ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വെക്റ്റർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഷോ ദാറ്റ് വി ഈസ് എ വെക്റ്റർ സ്പേസ് വിത്ത് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ബൈ x plus y equal to xy and k into x equal to x power k. Here x belongs to R. ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു മാറ്റർ വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് സെറ്റ് കിട്ടി. ഇനി രണ്ട് ഓപ്പറേഷൻ ആണുള്ളത്. ഒന്ന് വെക്റ്റർ അഡീഷനും മറ്റേത് സ്കേലർ മൾട്ടിപ്ലിക്കേഷനും. അത് ഇവർ എങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അഡീഷൻ എന്ന് പറയുന്നത് ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്നാണ് ഇത്ര. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1+2 എന്ന് പറഞ്ഞ ആൻസർ എന്താ വരേണ്ടത്? ശരിക്കും നമ്മുടെ അറിവിൽ 3 ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ 3 അല്ല. 1+2 എന്ന് പറഞ്ഞാൽ 1 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണ് വരിക. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അഡീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുപോലെ സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പവർ കെ ആണ്. ഫോർ എക്സാമ്പിൾ 2 into എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ വരിക? നമ്മൾ പഠിച്ചിരിക്കുന്നത് 2 into എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അത് 2x അല്ല. 2 into എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ ആണ്. 3 into എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ക്വസ്റ്റ്യനിൽ എക്സ് പവർ 3 ആണ്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, ഈ വെക്റ്റർ അഡീഷൻ സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നെയിം മാത്രമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നതും സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും നമ്മുടെ യൂഷ്വൽ അഡീഷനും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനും ആയിരുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വന്നിരുന്നില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ പവർ ആണ്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. നമുക്കിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഇവിടെ വി പ്ലസ് ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? വിക്ക് പകരം എന്താ? ആർ പ്ലസ്. അതായത് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പവർ ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് എന്താന്ന് പ്രൂവ് ചെയ്യണം? വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? നമ്മുടെ 10 പ്രോപ്പർട്ടീസ് എടുക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി. എന്താ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത്? 2 എലമെന്റ് എടുത്തു ആർ പ്ലസിൽ. കാരണം ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് ആർ പ്ലസ് ആണ്. ആർ പ്ലസിൽ 2 എലമെന്റ് എടുക്കുന്നു, എയും ബിയും. ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി എവിടെ ഉണ്ടായിരിക്കണം? ആർ പ്ലസിൽ. അപ്പൊ ഞാൻ എ പ്ലസ് ബി കാണുന്നു. അപ്പൊ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അഡീഷൻ ആണോ? അല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ഇൻറ്റു ബി എന്നാണ് വരിക. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ആർ പ്ലസിൽ ഉണ്ടോ? അതെങ്ങനെയാ നോക്കുക? എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. 2 പോസിറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അത് പോസിറ്റീവ് ആയിരിക്കില്ലേ? സോ ഇറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ്. സോ നമുക്ക് പറയാൻ പറ്റും ആർ പ്ലസിൽ 2 എലമെന്റ് എടുത്ത് അഡീഷൻ കണ്ട അത് എവിടെ ഉണ്ടായിരിക്കും? ആർ പ്ലസിൽ. ഞാൻ ടീച്ചർ വീണ്ടും പറയുന്നു, ഇവിടെ അഡീഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വേണം എഴുതാൻ. അല്ലാതെ പ്ലസ് അല്ല, നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. വാട്ട് അബൌട്ട് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ LHS എടുക്കുന്നു. എ പ്ലസ് ബി. എന്താ എ പ്ലസ് ബി? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ബി എന്നാണ്. ഇനി എന്താണ്? RHS എടുക്കുന്നു, ബി പ്ലസ് എ. ഇത് LHS. ഇനി RHS എടുത്തു ഞാൻ ബി പ്ലസ് എ. ബി പ്ലസ് എയുടെ വാല്യൂ എന്താ വരിക? ബി ഇൻറ്റു എ. അപ്പൊ എ ഇൻറ്റു ബി എന്നാണ് LHS കിട്ടിയത്. RHS എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആണ്. ഇത് രണ്ടും സെയിം അല്ലേ? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം LHS ഈക്വൽ ടു RHS. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. വാട്ട് അബൌട്ട് ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ കാണണം. അത് പിന്നെ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ടേക്ക് LHS. LHS എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി പ്ലസ് സി ഞാൻ എടുക്കുന്നു. ദാറ്റ് ഈസ്, ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാ ടീച്ചർ ചെയ്യണേന്ന് നോക്കുക. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു, ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താ? ക്വസ്റ്റ്യനിൽ
പ്ലസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി സി എന്നായിരിക്കും. ഇനി ഇവർ രണ്ടുപേരുടെയും അഡീഷൻ എന്ന് പറയുന്നത് എന്താ വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ബി ആണ്. സോ വാട്ട് ഈസ് എ പ്ലസ് ബി സി? ഇതൊരു എലമെന്റായി കൺസിഡർ ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻറ്റു ബി സി. ഐ റിപ്പീറ്റ്, എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് കാണുന്നു, ദാറ്റ് ഈസ് ബി പ്ലസ് സി. ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ അത് ബി സി ആണ്. അതിനുശേഷം എ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. വാട്ട് അബൌട്ട് ദ ആർ എച്ച് എസ്? ആർ എച്ച് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ ആദ്യം നമ്മൾ ഏതാ കാണുക? ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ ബ്രാക്കറ്റിലുള്ളതിന്റെ വാല്യൂ എന്താ വരിക? എ പ്ലസ് ബി എന്താ വരിക? എ ബി പ്ലസ് സി. എ ബി പ്ലസ് സി എന്താ വരിക? എ ബി ഇൻറ്റു സി. അപ്പൊ എൽ എച്ച് എസ് ഈക്വൽ ടു എ ബി സി എന്ന് കിട്ടുന്നു, ആർ എച്ച് എസ് ഈക്വൽ ടു എ ബി സി എന്ന് കിട്ടുന്നു. അപ്പൊ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു. നെക്സ്റ്റ് ഈസ് സീറോ വെക്ടർ. കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ സീറോ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സീറോ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവിടെയൊക്കെ അഡീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ അഡീഷൻ ആയിരുന്നു. അപ്പൊ അഡീഷനിൽ എപ്പോഴും സീറോയാണ് വരിക. പക്ഷെ ഇവിടുത്തെ അഡീഷൻ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ സീറോ വെക്ടർ എന്താന്ന് നമുക്ക് നോക്കാം. സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താ? എയുടെ കൂടെ ആരേനെ ആഡ് ചെയ്താലാണ് നമുക്ക് എ തന്നെ കിട്ടുക. അതാണ് ഈ വാല്യൂവിനെയാണ് നമ്മൾ സീറോ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വൽ അഡീഷനിൽ എയുടെ കൂടെ സീറോ ആഡ് ചെയ്താലാണ് നമുക്ക് എ കിട്ടുക, സാധാരണ അഡീഷനിൽ. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ എലിമെന്റ് ഏതാണ് എന്നതാണ്. അപ്പൊ ഈ എലിമെന്റിനെ അറിയില്ല. അപ്പൊ അറിയാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് ഇടുന്നതിനെ ഞാൻ എക്സ് എന്ന് ഇട്ടു. സോ എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എക്സ് ആര് എന്നതാണ്. അതാണല്ലോ സീറോ വെക്ടർ. ഐ റിപ്പീറ്റ്, സീറോ വെക്ടർ എന്ന് പറയുന്നത് എയുടെ കൂടെ ആരെ ആഡ് ചെയ്താലാണ് എ കിട്ടുക. അപ്പൊ ഈ എലമെന്റിനെയാണ് നമ്മൾ സീറോ വെക്ടർ എന്ന് പറയുന്നത്. സോ എ പ്ലസ് എക്സ് ഈക്വൽ ടു എ. ഡെഫിനിഷൻ പ്രകാരം എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എക്സ് എന്നാണ്. സോ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ. അപ്പൊ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ കിട്ടണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? അത് 1 ആയിരിക്കണ്ടേ? അതായത് എക്സ് ഈക്വൽ ടു എ ബൈ എ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അത് ആർ പ്ലസിലുണ്ടോ? 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് ആർ പ്ലസിലുണ്ട്. സോ സീറോ വെക്ടർ ആർ പ്ലസിലുണ്ട്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ആർ പ്ലസ് വെക്ടർ സ്പേസ് അല്ല എന്ന് പറഞ്ഞു. അത് അവിടെ എടുത്തിരുന്ന ഓപ്പറേഷൻ എന്തായിരുന്നു? യൂഷ്വൽ അഡീഷൻ ആയിരുന്നു. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ആർ പ്ലസ് വെക്ടർ സ്പേസ് അല്ല, ഇവിടെ എടുത്തിരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂഷ്വൽ അഡീഷൻ ആയിരുന്നു. കാരണം ഈ യൂഷ്വൽ അഡീഷൻ വെച്ചിട്ട് നമ്മൾ സീറോ വെക്ടർ എന്ന് പറയുന്നത് 0 ആയിരുന്നു. 0 ആർ പ്ലസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വെക്ടർ സ്പേസ് അല്ല എന്നത് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ കേസിൽ നമ്മുടെ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് യൂഷ്വൽ അഡീഷൻ അല്ല. അതുകൊണ്ടാണ് ഇവിടെ സീറോ വെക്ടർ 1 ആയിട്ട് വന്നത്. വാട്ട് അബൌട്ട് ദ നെഗറ്റീവ് വെക്ടർ? നെഗറ്റീവ് വെക്ടർ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക? എ എന്ന് പറഞ്ഞൊരു എലിമെന്റ് എടുത്തു സെറ്റിലെ, അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഈ യൂണിറ്റ് വെക്ടർ കിട്ടുക? യൂണിറ്റ് വെക്ടർ അല്ല, സീറോ വെക്ടർ കിട്ടുക എന്നതാണ്. എയുടെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് സീറോ വെക്ടർ കിട്ടുക? അതായത് എ പ്ലസ് ഡാഷ് ഈക്വൽ ടു 0. ഈ ഡാഷ് എന്താണ്? ഇതാണ് നമ്മുടെ നെഗറ്റീവ് വെക്ടർ. ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ചു. സോ എ പ്ലസ് എക്സ് ഈക്വൽ ടു നമ്മുടെ സീറോ വെക്ടർ. ഈ ക്വസ്റ്റ്യനിൽ എ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എക്സ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ എ എക്സ് ഈക്വൽ ടു 1 കിട്ടണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1/a ആയിരിക്കും. എ പോസിറ്റീവ് ആണ്. കാരണം എന്താ? എ എന്ന് പറയുന്നത് ആർ പ്ലസ് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1/a പോസിറ്റീവ് ആയിരിക്കുമോ? ആയിരിക്കും. സോ നമ്മുടെ നെഗറ്റീവ് എലമെന്റ് എവിടെയുണ്ട്? ആർ പ്ലസിലുണ്ട്. സോ ആദ്യത്തെ 5 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. സീറോ വെക്ടറിന്റെ, നെഗറ്റീവ് വെക്ടറിന്റെ, ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തതാണ് നമ്മൾ സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം കെ ബിലോങ്സ് ടു ആർ, ഇത് നമ്മുടെ സ്കെയിലർ, ആൻഡ് എ ബിലോങ്സ് ടു വി ആണെങ്കിൽ കെ ഇൻറ്റു എ എവിടെ ഉണ്ടായിരിക്കണം? വിയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആറിലെ കെ എടുക്കണം, വിയിലെ എ എടുത്താൽ രണ്ടും കൂടി സ്കെയിലർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എവിടെ ഉണ്ടായിരിക്കണം? വിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ വി എന്ന് പറയുന്നത് എന്താണ്? ആർ പ്ലസ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആറിലെ കെ എടുത്തു, എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി ഞാൻ കെ ഇൻറ്റു എ കാണുന്നു. കെ ഇൻറ്റു എ എന്ന് പറയുന്നത് എ പവർ കെ ആണ് ഡെഫിനിഷൻ പ്രകാരം. അപ്പൊ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഏത് പവർ എടുത്താലും അത് എവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ ഇൻറ്റു എ ബിലോങ്സ് ടു ആർ പ്ലസ് എന്നാണ്.
ഏഴാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. കെ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദിസ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് LHS ആണ്. അതായത് കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു, ഞാൻ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ബി എന്നാണ് അർത്ഥം അല്ലേ. ഇനി കെ ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ ബി പവർ കെ. ബിക്കോസ് നമുക്കറിയാം കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പവർ കെ ആണ്. അപ്പോൾ കെ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ എം പവർ കെ ആണ്. സോ കെ ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ ബി പവർ കെ. ദാറ്റ് ഈസ് എ പവർ കെ ഇൻറ്റു ബി പവർ കെ. അപ്പോൾ LHS എന്ന് പറഞ്ഞിട്ട് എ പവർ കെ ബി പവർ കെ എന്ന് കിട്ടി. വാട്ട് അബൌട്ട് ദ RHS? RHS എന്ന് പറയുന്നത് കെ എ പ്ലസ് കെ ബി ആണ്. സോ കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പവർ കെ പ്ലസ് കെ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി പവർ കെ. എ പവർ കെ പ്ലസ് ബി പവർ കെ. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് എ പവർ കെ ഇൻറ്റു ബി പവർ കെ. നോക്കി നോക്കൂ, LHSും RHSും സെയിം ആണ്. സോ വി പ്രൂവ് ദിസ്. എയ്ത്ത് പ്രോപ്പർട്ടി, വി ഹാവ് ടു പ്രൂവ് ദിസ്. അപ്പോൾ നമ്മൾ ആദ്യം LHS എടുക്കുന്നു. K1 പ്ലസ് K2 ഇൻറ്റു എ ഈക്വൽ ടു, നമുക്ക് ഇവിടുത്തെ പ്ലസ് എന്ന് പറയുന്നത് സാധാരണ അഡീഷൻ ആണ്. നമ്മുടെ വി ആർ പ്ലസിലെ പ്ലസ് ആണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർ പ്ലസിലുള്ള പ്ലസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. K1 പ്ലസ് K2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പവർ K1 പ്ലസ് K2. എ പവർ K1 പ്ലസ് K2. അതായത് നമുക്കറിയാം അല്ലെ, ഇപ്പോൾ 3 പവർ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ എഴുതുക? 3 പവർ എക്സ് ഇൻറ്റു 3 പവർ വൈ എന്ന് അല്ലെ. അതുപോലെ ഇപ്പോൾ എ പവർ K1 പ്ലസ് K2 എന്ന് പറഞ്ഞാൽ അത് എ പവർ K1 ഇൻറ്റു എ പവർ K2 ആണ്. വാട്ട് അബൌട്ട് ദ RHS? RHS എടുക്കുന്നു. K1 ഇൻറ്റു എ പ്ലസ് K2 ഇൻറ്റു എ ഈക്വൽ ടു K1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പവർ K1 പ്ലസ് K2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പവർ K2. പ്ലസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ എ പവർ K1 ഇൻറ്റു എ പവർ K2. LHSും RHSും ഈക്വൽ ആണ്. സോ എട്ടാമത്തെയും നമ്മൾ പ്രൂവ് ചെയ്തു. വാട്ട് അബൌട്ട് ദ നയൻത്ത് വൺ? നയൻത്ത് വൺ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? K1 ഇൻറ്റു K2 ഇൻറ്റു എ ഈക്വൽ ടു K1 K2 ഇൻറ്റു എ. സോ LHS എടുക്കുന്നു, RHS കാണുന്നു, നമ്മൾ രണ്ടും ഈക്വൽ ആണ് എന്നത് പ്രൂവ് ചെയ്യുന്നു. ഇനി പത്താമത്തെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 ഇൻറ്റു എ ഈക്വൽ ടു എ എന്നാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദിസ്. അപ്പോൾ 1 ഇൻറ്റു എ കാണും. 1 എന്ന് പറയുന്നത് സ്കെയിലർ ആണ്, എ എന്ന് പറയുന്നത് വെക്ടർ ആണ്. അപ്പോൾ 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ സ്കെയിലർ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ പവർ 1. എ പവർ 1 എന്ന് പറഞ്ഞാൽ എന്താ? എ. സോ 1 ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന് കിട്ടി. സോ പത്താമത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ 10 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് our set R plus is a vector space with vector addition, scalar multiplication defined by like this. ഇങ്ങനെ ഡിഫൈൻ ചെയ്തപ്പോഴാണ് നമുക്കിത് വെക്ടർ സ്പേസ് ആയിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് വെക്ടർ സ്പേസ് ആവണമെന്നില്ല. വെക്ടർ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഇതുപോലെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഇത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നന്നായി ചെയ്ത് പഠിക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, വി എന്ന് പറയുന്ന നമ്മുടെ സെറ്റ്, ഇത് വെക്ടർ സ്പേസ് ആണല്ലേ. ഈ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ വെറുതെ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക ചിലപ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൽ വീലത്തെ എലമെന്റ്സ് ചിലപ്പോൾ വെക്ടർ ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും വി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ വെക്ടർ എന്നാണ് വിളിക്കുക. പിന്നെ നമ്മുടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഒരു സ്കെയിലർ വരുന്നുണ്ട് കെ. ഈ കെ എന്ന് പറയുന്നതിനെ വെക്ടർ എന്ന് വിളിക്കില്ല, ഇതിനെ സ്കെയിലർ എന്ന് വിളിക്കും. വീലത്തെ എലമെന്റ്സിനെ വെക്ടർ എന്ന് വിളിക്കും. സ്കെയിലേഴ്സ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക, നന്നായി മനസ്സിലാക്കി എഴുതുക. താങ്ക് യു.